ഹലോ, സി എ ഫൗണ്ടേഷന്റെ റിസൾട്ട് ഇതേ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് റിസൾട്ട് വന്നിട്ടും ഉണ്ടാകും. ഇനി റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അതിനെ ബ്രേവ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റണം അല്ലേ? അതെങ്ങനെയാ പോസിബിൾ ആവുക? രണ്ട് സിനാറിയോയും പ്ലാൻ ചെയ്ത് വെക്കുക. പാസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ പ്ലാനിങ് കൊണ്ടുവയ്ക്കുക. ഇൻ കേസ് ഫെയിൽ ആകുവാണ് എന്നുണ്ടെങ്കിൽ വരുന്ന 60 അല്ലെങ്കിൽ 70 ഡേയ്സ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് മെയ് എക്സാമിലേക്ക് അല്ലെ. ആ ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ അടുത്ത അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാം എന്നുള്ളൊരു കംപ്ലീറ്റ് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അതിന് ടെൻഷൻ അടിക്കണം. 2 മാസം വെയിറ്റ് ചെയ്യുന്ന സീനേ ഉള്ളൂ, നമ്മളും പാസ്സാണ് അല്ലെ, നമ്മൾ ഇത്ര പുറകിലൊന്നും അല്ല, നമുക്ക് കോൺഫിഡൻ്റ് ആകാൻ പറ്റും. സോ 2 കേസിനും വേണ്ടി പ്ലാൻ ചെയ്യുക, 2 കേസിനും വേണ്ടി ആക്ട് ചെയ്യുക. റിസൾട്ട് വന്ന നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മുടെ പ്ലാനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക. അതാണ് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി. ഓക്കെ അല്ലേ? അപ്പോൾ ട്രിപ്പിൾ ഐ അതിന് വേണ്ടി ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിലൊക്കെ അഡ്മിഷൻ എടുത്ത് വെക്കാം. പാസ്സായാൽ ഇന്റർ അഡ്മിഷനായിട്ട് മുന്നോട്ട് പോകാം. ഫെയിൽ ആയാൽ സി എ ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സി എ ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ എന്തൊക്കെ ക്ലാസ്സസ്, ഏതൊക്കെ നമ്പർ ഓഫ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, ആരൊക്കെയായിരിക്കും ആ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ഐ എം സി അഖില നാരായണൻ, ട്രിപ്പിൾ ഐ സി എ അക്കാഡമിക് ഹെഡ്. സോ നോക്കിയേ, സി എ ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? നമുക്കറിയാം, റിസൾട്ട് വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് മാർച്ചിൽ തന്നെ നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ആ ബാച്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് ഓൾ സർവീസസ് വി പ്രൊവൈഡ്? ഫസ്റ്റ് തിങ് നമ്മുടെ ക്ലാസ്സസ് ആണ്. ആരായിരിക്കും ആ ക്ലാസ്സസ് എടുക്കുക? നമ്മുടെ പ്രൈം ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലും ക്ലാസ് എടുക്കുന്നത്. ആരൊക്കെയാണ് നമുക്ക് വഴിയെ നോക്കാം. എലോങ് വിത്ത് ക്ലാസ്സസ് ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ വർക്ക് ബുക്സ് ഉണ്ട്. നമുക്കറിയാം, ഇതുവരെയുള്ള ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന RTPs, MTPs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ്, ഇതിനെല്ലാം ഒരു സിംഗിൾ പ്ലേസിൽ ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകുന്ന കൂടെ സോൾവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം പേപ്പർ അല്ലെ ക്വസ്റ്റ്യൻ സോൾവിംഗ് പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. സോ വർക്ക് ബുക്ക് വിൽ ബി ദെയർ. വർക്ക് ബുക്കിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ വർക്ക് ബുക്ക് ചെയ്തായിരിക്കും നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പോകുന്നുണ്ടാവുക. ദെൻ ഒബിയസ്ലി വി ഹാവ് എക്സാംസ്. അറിയാലോ, 60 അല്ലെങ്കിൽ 70 ഡേയ്സ് എന്ന് പറയുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സാംസിന് വേണ്ടി ഒരു ഡേ ഗ്യാപ്പ് നിന്ന് നെക്സ്റ്റ് ഡേ എക്സാംസ് അതൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ എക്സാംസ്, റിവിഷൻ എക്സാംസ് വരും, മോക്ക് എക്സാംസ് വരും. സോ അത് ആ കൂടെ തന്നെ എഴുതി പോവുക, പഠിച്ചു പോവുക. അത് പിന്നെ മാറ്റി വെക്കരുത്, അതിനുള്ള സമയം നിങ്ങൾക്കില്ല. ഓക്കെ, സോ വർക്ക് ബുക്ക് സോൾവ് ചെയ്യണം, എക്സാംസ് എഴുതണം, ക്ലാസ്സസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ രീതിയിലായിരിക്കും നമ്മളിത് ഫുൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് വരെ ഉണ്ടാകും. മെയ് 15 ആണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് അല്ലേ? സോ മെയിൽ ഒരു ഫസ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാകും. അത്രയും കൊണ്ടുപോയാലല്ലേ നമുക്ക് ഈ ഒരു പറയുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ റെഗുലർ ക്ലാസ്സസ് തന്നെയാണ് നിങ്ങൾക്ക് തരിക. ഫിസിക്കൽ ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വന്നിരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട് അല്ല. റെക്കോർഡഡ് ക്ലാസ്സസോ ഓൺലൈൻ ക്ലാസ്സസോ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ പറയുന്ന പോലെ ഒരു മെയ് 1 വരെയൊക്കെ നിങ്ങളുടെ ക്ലാസ്സസും എക്സാംസും ഒക്കെ ഉണ്ടാകും. ദെൻ ആഫ്റ്റർ ഒരു കുറച്ച് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് മോക്ക് എക്സാം എഴുതാനും നിങ്ങളുടേതായ രീതിയിലുള്ള കുറച്ച് ആഡോൺസ് ഒക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിലേക്ക് ആഡ് ചെയ്യാനും. ദെൻ മെയ് 15 ഓൺവേർഡ്സ് യു വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് എക്സാം. ഇനി ആരാ ക്ലാസ്സസ് എടുക്കുക? അക്കൗണ്ട്സ് എടുക്കാൻ ആദിർ സാർ ഉണ്ട്. ദെൻ മുസമ്മിൽ സാർ ആയിരിക്കും നിങ്ങൾക്ക് ലോ എടുക്കുന്നുണ്ടാവുക. നമ്മുടെ QA പേപ്പർ മനു സാറും വിഷ്ണു സാറും ഡീൻ സാറും ആസ് യൂഷ്വൽ ആ കോമ്പിനേഷൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ദെൻ എക്കണോമിക്സ് ആൻസർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇനി ഈ ഓരോ ക്ലാസ്സും എത്ര ദിവസം വീതമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അക്കൗണ്ടിങ് 15 ദിവസം കൊണ്ടായിരിക്കും കവർ ചെയ്യുക. ലോയ്ക്കും 13 ദിവസം നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ QA പേപ്പറിലേക്ക് നോക്കുവാണെങ്കിൽ അതിൽ മാത്സ് 8 ദിവസവും എല്ലാവരും 2 ദിവസവും സ്റ്റാറ്റിസ്റ്റിക്സ് 5 ദിവസവും അങ്ങനെയാണ് അതിൻ്റെ സ്പ്ലിറ്റ് വരിക. ദെൻ എക്കണോമിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് 10. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 53 ഡേയ്സോളം ക്ലാസ് ഡേയ്സ് ഉണ്ടാകും. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഫ്യൂച്ചറിലെ കാര്യം പറയുമ്പോൾ നമുക്ക് അത്ര സർട്ടിറ്റ്യൂഡ് പറയാൻ പറ്റത്തില്ല. ബട്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ് ഇപ്പം ഞാൻ പറഞ്ഞ ഫാക്കൽറ്റീസ് അലോങ് വിത്ത് ദിസ് നമ്മുടെ വർക്ക് ബുക്ക്, നമ്മളുടെ എക്സാംസുകൾ, മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഒബിയസ്ലി നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡിൽ അവൈലബിൾ ആയിരിക്കും. അലോങ് വിത്ത് ദാറ്റ് മെൻറ്റർ വിൽ ബി ദെയർ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് മെൻറ്ററും അവൈലബിൾ ആയിരിക്കും. സോ ഈ ഷോർട്ട് ഡ്യൂറേഷനിൽ ഏറ്റവും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് ക്ലാസ് ആൻഡ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം, അടുത്ത അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് നമ്മളുടെ CA ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. ദെൻ ആസ് യു ഓൾ നോ, നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഫീസും കാര്യങ്ങളും സ്ട്രക്ചറും ഒക്കെ നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഐ വിൽ ഷോ യു. സോ ഇൻ അവർ സൈറ്റ് നമ്മൾ ബാച്ച് ഫൈൻഡറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ ഫിൽട്ടർ ഫോർ CA ഫൗണ്ടേഷൻ. CA ഫൗണ്ടേഷനിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു സീ 2 batches are there, Kochi and online.
CA റിപ്പീറ്റേഴ്സ് ബാച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിയിലും ദെൻ അതിൻ്റെ ഹൈബ്രിഡ് മോഡൽ ഓൺലൈൻ ക്ലാസ്സും ആയിരിക്കും. സോ ഹിയർ യു ക്യാൻ സീ നിങ്ങൾക്ക് ഇവിടുന്ന് ജോയിൻ നൗ കൊടുത്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 10,000 rupees പ്ലസ് GST ആണ് ബാച്ചിൻ്റെ ഫീസസ്. ബട്ട് ഐ ഹോപ്പ് യു നോ ട്രിപ്പിളിയൻസിന് 5,000 ആയിരിക്കും. 50% ഓഫ് ഉണ്ട് പ്ലസ് GST. ഓൾസോ 180+ സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് CA ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾ CA ഇൻ്റർന് അഡ്മിഷൻ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ CA ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അതാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ. ഈ ഒരു സൈറ്റ് triplyca.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ഐ ഹോപ്പ് വളരെ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആൻഡ് ഹൗ ടു ഗെറ്റ് ദാറ്റ് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത തവണ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും.